ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ ഞാനിന്ന് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 30 kg പിന്നെ 7 kg ആണ് കേട്ടോ എനിക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇന്നലെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടുതലായിരുന്നു, 33 കിലോ സംതിങ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഒരു 31 kg കാണിക്കുന്നുണ്ട്. അപ്പോൾ 31 ഒക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം ഇനി എയർപോർട്ടിൽ പോയിട്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഹസ്ബൻഡിന് ലീവ് കിട്ടിയില്ല. ആനുവൽ ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഇതായിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ പോവുകയാണ് ഡ്യൂ ടു സം എമർജൻസി. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. എൻ്റെ ഫ്ലൈറ്റ് ടൈം 6:30 PM ആണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പോൾ 2 hours മുന്നേട്ട് എത്തണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു 2 o'clock ഒക്കെ ആയപ്പോൾ ഇറങ്ങി. ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നേ. ബ്രേക്ക് ചോദിച്ചിട്ട് പുള്ളി ഇറങ്ങി, ടാക്സി പിടിച്ചു, എന്നിട്ട് എന്നെ കയറ്റി വിട്ടു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് UAE വന്നത് ഒറ്റയ്ക്കാണ്, അതുപോലെ തന്നെ തിരിച്ചു പോകുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. പിന്നെ അറിഞ്ഞുകൂടാത്തതൊക്കെ ഞാൻ സെക്യൂരിറ്റിയും അവിടെ ഹെൽപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ ഫുഡ് ഫ്ലൈറ്റിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഹസ്ബൻഡ് എനിക്ക് 2 ഷവർമ മേടിച്ചു തന്നായിരുന്നു. അപ്പോൾ അതും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഗേജിൻ്റെ വെയിറ്റൊക്കെ നോക്കിയിട്ടോ, ഓക്കെ ആയിരുന്നു. കറക്റ്റ് 30.5 ഉണ്ടായിരുന്നു. പിന്നെ മറ്റേത് 7 വേണം, അപ്പോൾ അതും 7.5 ആയിരുന്നു. അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അത് വെയിറ്റ് നോക്കി ഓക്കെ ആയപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസമായത്. ഓക്കെ ആണല്ലോ. ബോർഡിങ് 5:30 ആയിരുന്നു. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. റെസ്ട്രിക്ഷൻസ് ആണ്. എടുക്കുന്ന കണ്ട അവർ ഫൈൻ അടിച്ച് തരും. സോ എടുത്തിട്ടില്ല. അങ്ങനെ ടൈം ആയപ്പോൾ ചെക്ക് ഇൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. മാത്രമല്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു, സീറ്റിൽ വേറെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് മൂവി ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. 12:15 ആയപ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ്രം എത്തി. പിന്നെ ഇമിഗ്രേഷനൊക്കെ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് 12:30 ആയി കേട്ടോ. 12:40 പറഞ്ഞത്, പക്ഷേ നേരത്തെ എത്തി. 12:40 ആയപ്പോൾ എത്തി. അമ്മയും അച്ഛനാണ് കേട്ടോ വിളിക്കാൻ വന്നത്. വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. അവരെ കണ്ട സന്തോഷത്തിലും. പിന്നെ എയർപോർട്ടിൽ ഓഫ് കോഴ്സ് റെസ്ട്രിക്റ്റഡ് ആണ്. 1 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി കേട്ടോ. ഷവർമ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ കൂടി നല്ല വിശപ്പുണ്ടായിരുന്നു. ഫ്രഷൊക്കെ ആയിട്ട് ഞാൻ പിന്നെ അമ്മയുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കാൻ. പിന്നെ ചോറും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി.